ഹായ് ഹലോ. ഇന്നൊരു ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ബാനൂട്ടി അയവിൻകുട്ടനും രാവിലെ എഴുന്നേക്കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ രണ്ടും മൂടി പുതച്ച് ഉറക്കാണ് കേട്ടോ. ഞാൻ പതിയെ ചെന്ന് രണ്ടിനെയും വിളിച്ചു. ഈ കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഇപ്പം എന്ത് സ്നേഹം അല്ലേ, ചക്കരയും ഈച്ചയും പോലെ. പക്ഷെ കണ്ണ് തുറന്നു കഴിഞ്ഞാലുണ്ടല്ലോ രണ്ടുപേരും തമ്മിൽ എന്തടിയാന്നറിയാവോ? അടുക്കളയിലെ പണിയൊന്നും ഒതുക്കി കഴിഞ്ഞപ്പോൾ രണ്ടിനെയും വിളിച്ച് എഴുന്നേപ്പിച്ചേക്കാം എന്ന് വിചാരിച്ച് രണ്ടിനെയും വിളിച്ചു കേട്ടോ. ഈ ബാനൂട്ടി ഉണ്ടല്ലോ രാവിലെ തന്നെ എഴുന്നേറ്റതാണ്. എഴുന്നേറ്റ് കുറച്ച് സമയം എൻ്റെ കൂടെയൊക്കെ നടന്നിട്ടേ വീണ്ടും വന്ന് കിടന്ന് ഉറങ്ങി കേട്ടോ. അയവിൻകുട്ടൻ പക്ഷെ അങ്ങനെയല്ല. ഇപ്പോഴാണ് കേട്ടോ ഈ എഴുന്നേറ്റ് വന്നത്. കണ്ണും തിരുമ്മിയൊക്കെ വന്നു. വേഗം എഴുന്നേറ്റ് വാ, പല്ല് വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് പറഞ്ഞപ്പോൾ അയവിൻകുട്ടൻ റെഡിയായി കേട്ടോ. നേരെ പോയി ചെരുപ്പൊക്കെ ഇട്ടിട്ടോ. വീട്ടിലിരുന്ന വള്ളിച്ചെരുപ്പുണ്ട്, പുള്ളിക്ക് അതൊന്നും അത്ര പോരാ. ഇന്നിപ്പോൾ സ്കൂളിലൊന്നും പോകണ്ട, തിരക്കൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നേരെ റോട്ടിലേക്കാണ് കേട്ടോ രണ്ടുപേരും പോണത്. ക്ലാസ് ഉള്ള ദിവസം ബാത്റൂമിൽ വെച്ച് തന്നെ പല്ല് തേപ്പൊക്കെ. ഇന്ന് നേരെ റോഡിലേക്ക് ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണണ്ടേ. ഈ തണുത്ത കാലാവസ്ഥയിൽ രാവിലെ പുറത്തേക്ക് ഇറങ്ങാൻ ഒരു പ്രത്യേക സുഖമാണ് അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? ഈ ചെടികളും പൂക്കളും ഒക്കെ മഞ്ഞിൽ നനഞ്ഞു നിൽക്കുന്നുണ്ടാവും അല്ലേ? ഞാൻ രാവിലെ സാഹിത്യം പറയുവാണോ എന്നല്ലേ? സാഹിത്യമൊന്നും പറയാൻ എനിക്കറിയില്ല കേട്ടോ, ചുമ്മാ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ദൂരമായിട്ട് നടന്നു പോയപ്പോൾ ഞാൻ വിളിച്ചതാണേ. അപ്പോൾ രണ്ടും തിരിച്ചോടി വന്നു. അയവിൻകുട്ടൻ കാര്യമായിട്ട് നിന്ന് പല്ല് തേക്കുന്നുണ്ട്. ബാനൂട്ടിയാണെങ്കിൽ പൊതുവെ മടിച്ചാണ് കേട്ടോ, പല്ല് തേക്കാൻ പ്രത്യേകിച്ചും. ഒന്ന് വായിലിട്ട് ഉരച്ചിട്ട് അവൾ തേച്ചു എന്നും പറഞ്ഞു വരും. പിന്നെ ഞാൻ വഴക്കിട്ട് രണ്ടാമത് തേപ്പിക്കണം. അതാണ് സാധാരണ നടക്കാറ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഈ കാഴ്ച കണ്ടത്. ചേമ്പലയിൽ ഇങ്ങനെ മഞ്ഞ് വന്ന് വീണ് കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയില്ലേ? എന്ത് രസമാണെന്ന് നോക്കിക്കേ കാണാൻ. ഇതുപോലെ നാട്ടിൻപുറത്തൊക്കെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമല്ലോ അല്ലേ? ടൗണിലേക്കൊക്കെ ചെന്നാൽ ഇത് പറ്റുമോ? അതെ, പൂവൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വിടർന്ന് നിൽപ്പുണ്ട്. ഇതിലിട്ടിരുന്ന ക്രിസ്മസ് ലൈറ്റ് എല്ലാം ഇന്നലെ ഊരി വെച്ചിട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും വെട്ടണം എന്ന് വിചാരിച്ച് തന്നെ ഇരുന്നത്. പക്ഷേ ഈ പൂ മുഴുവൻ നിൽക്കുന്ന കണ്ടപ്പോൾ നമുക്ക് വെട്ടാൻ തോന്നിയില്ല. എന്തായാലും പൂവൊക്കെ പോയി കഴിഞ്ഞിട്ട് മൊത്തം വെട്ടി ഒന്ന് വെളുപ്പിക്കാം എന്ന് വിചാരിച്ചിരിക്കുക. അത് കഴിയുമ്പോൾ അടുത്ത വർഷം നന്നായിട്ട് തന്നെ പൂവുണ്ടാവുമല്ലോ. ഇപ്പം എന്തോ കാട് പിടിച്ചതുപോലെ ഉണ്ട്. അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നിന്നാൽ ഫുഡ് കഴിക്കാൻ പറ്റുമോ? ഞാൻ എന്ത് ചെയ്തു, നേരെ അടുക്കളയിലേക്ക് വന്നിട്ടോ. ദോശ ഉണ്ടാക്കാൻ പോവുകയാണേ. തക്കാളി ചമ്മന്തിയും തേങ്ങാ ചമ്മന്തിയും ഒക്കെ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചായിരുന്നു കേട്ടോ. ദോശ ചൂടോടെ തന്നെ ചുട്ട് കഴിക്കാനല്ലേ ടേസ്റ്റ്. രണ്ടുപേരുടെ ഫേവറേറ്റ് ഐറ്റം ആണ് കേട്ടോ നെയ് റോസ്റ്റ്. അതുകൊണ്ട് തന്നെ രാവിലെ നെയ് റോസ്റ്റ് ആണ്. അത് ഞാൻ നേരത്തെ ഒന്നും ചുട്ട് വെച്ചില്ല, വന്നിരിക്കുമ്പോൾ പ്ലേറ്റിലേക്ക് തന്നെ ചുട്ടിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. എനിക്കിതുപോലെ വീട്ടിലുണ്ടാക്കുന്ന നെയ് റോസ്റ്റും അതുപോലെ മസാല ദോശയൊക്കെയാണ് കേട്ടോ ഇഷ്ടം. കടയിൽ പോയാൽ ഞാൻ അങ്ങനെ കഴിക്കാറില്ല, എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് കടയിലത്തെ മസാല ദോശയും നെയ് റോസ്റ്റും എന്തിന് ഒരു തട്ടുദോശ പോലും ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന നെയ് റോസ്റ്റും മസാല ദോശയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് വെറൈറ്റി ആണല്ലേ? എന്തായാലും പിള്ളേർ രണ്ടും കാര്യമായിട്ട് തന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു അവധി ദിവസമായിട്ട് രാവിലത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.